യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ യുവമോർച്ചക്കാർ വോട്ട് ചെയ്തെന്ന് പത്തനംതിട്ടയിൽ BJP വിട്ട് CPIM-ലെത്തിയ യദു കൃഷ്ണൻ. കഞ്ചാവുമായി യദു എക്സൈസിന്റെ പിടിയിലായത് യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കുമ്പോഴാണ് ഗുരുതര വെളിപ്പെടുത്തൽ. കോൺഗ്രസ് മറുപടി പറയണമെന്ന് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു. അതിനിടെ കാപ്പ പ്രതിക്കൊപ്പം CPIM-ലെത്തിയ സംഘത്തിൽ വധശ്രമക്കേസ് പ്രതിയുമുണ്ടെന്ന വിവരം ഇന്ന് പുറത്തുവന്നു. ഞങ്ങൾ BJP-യിലെ സൂരജലന്തൂർ എന്ന് പറഞ്ഞ ഒരാൾ BJP-യിൽ നിന്ന് യുവമോർച്ചയ്ക്കൊരു നേതൃത്വം കൊടുക്കുകയും അവിടെ നിന്ന് യുവമോർച്ചയിലെ എല്ലാ പ്രവർത്തകരും ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും വോട്ടുകളായിട്ട് 350-400 വോട്ടുകൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. CPIM-ൽ എത്തിയതിന് പിന്നാലെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട യദു കൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് യദുവിന്റെ ആരോപണം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടിന് വേണ്ടി 400 വോട്ടുകൾ യുവമോർച്ചക്കാരാണ് ചെയ്തതെന്ന് യദു ആരോപിക്കുന്നു. താൻ നേരിട്ടിടപെട്ട് 40ഓളം വോട്ടുകൾ ചെയ്യിപ്പിച്ചു. സഹായിച്ചിട്ടും തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടാണ് തുറന്നു പറച്ചിലെന്നും യദു കൃഷ്ണ. വിജയ് ഇന്ദുചൂട് ജില്ലാ പ്രസിഡന്റ് ആ വോട്ട് ഞങ്ങളൊരു 400 പേരോളം വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ ഒരു 40 പേരോളം ഞങ്ങളുടെ പ്രദേശത്തു നിന്ന് തന്നെ വോട്ടുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വോട്ടുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. യദു കൃഷ്ണന്റെ ആരോപണം ഗൗരവമുള്ളതാണെന്നും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും മറുപടി പറയണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. കാരണം ഇവരൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തവരാണ്. ജില്ലാ പ്രസിഡന്റ് വോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതൃത്വം, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം തീർച്ചയായിട്ടും മറുപടി പറയണം. BJP വിട്ടെത്തിയവർക്കൊപ്പം SFI പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ 4ാം പ്രതിയായ സുധീഷുമുണ്ടെന്ന വിവരം CPIM-നെ പ്രതിരോധത്തിലാക്കിയിരുന്നു. കേസ് നിയമപരമായി ഒത്തുതീർപ്പാക്കാൻ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. രാഷ്ട്രീയ കേസുകളുടെ പേരിൽ പാർട്ടിയിലേക്ക് എത്തുന്നവരെ എന്തിന് മാറ്റി നിർത്തണമെന്നും CPIM ഏരിയ സെക്രട്ടറി MV സഞ്ജു ചോദിച്ചു. കാപ്പ കേസ് പ്രതി ശരൺചന്ദ്രനെതിരെയുള്ളത് രാഷ്ട്രീയ കേസുകളാണെന്നും കഴിഞ്ഞ ദിവസം കഞ്ചാവുമായി പിടിയിലായ യദു കൃഷ്ണനെ ഗൂഢാലോചന നടത്തി കുടുക്കിയതാണെന്നുമാണ് CPIM പറയുന്നത്. 24 പത്തനംതിട്ട.